അന്ന് രാത്രിയിൽ തന്നെ 14 പേരെ വീട്ടിലേക്ക് കൂട്ടുന്ന നിലയാണ് ഉണ്ടായത്. 2015 മുതൽ ഇതിപ്പോൾ 2024, 9 വർഷം പിന്നിടുന്നു. ഇന്ന് വരെ ഒരു മനുഷ്യരും അവിടുന്ന് പുറത്തേക്ക് ഓടിയിട്ടില്ല. ഞാനൊന്ന് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ പ്രോസസ്സിങ്ങിന് വരെ കൊടുത്തതാണ്. പിന്നെ ഇവർ വന്നപ്പോൾ പിന്നെ നമ്മളത് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കടന്നിരുന്ന റൂമൊക്കെ ആയിരുന്നവർക്ക് കൊടുത്ത് എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം. കണ്ണൂർ ഏഴിമലയിൽ ഒരു സ്നേഹക്കൂടുണ്ട്. ആ സ്നേഹക്കൂട്ടിൽ സ്നേഹനിധികളായ ഒരച്ഛനും അമ്മയുമുണ്ട്. സർക്കാർ ജീവനക്കാരായ ജാക്സണും ഭാര്യ ജിനിയും. സ്വന്തം വീടായ സ്നേഹക്കൂട്ടിൽ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ പരിപാലിച്ച് മാതൃകയാവുകയാണ് ഈ കുടുംബം. ഞാൻ ജാക്സൺ, പയ്യന്നൂർ ഏഴിമലയിലാണ് വീട്. സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും മാസ്റ്റർ ഓഫ് ഫിലോസഫിയും കഴിഞ്ഞിട്ടുള്ള ആളാണ്. അതുപോലെ ഇപ്പോൾ നിലവിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു. ഇത് ജിനിയ, എൻ്റെ ഭാര്യയാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞ 10 വർഷക്കാലമായി പയ്യന്നൂർ പകൽവീട് എന്നൊരു കേന്ദ്രം, ആരോഗ്യവകുപ്പിന് കീഴിൽ മനസ്സിന് സുഖമില്ലാത്ത, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്കായിട്ടുള്ള ഡേ കെയർ സെൻറ്ററിലെ നഴ്സിംഗ് ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ ഏതാണ്ട് 20 വർഷക്കാലമായി ഈ രംഗത്ത് തന്നെയാണ്. അതായത് പാലിയേറ്റീവ്, അതുപോലെ തന്നെ മനസ്സിന് സുഖമില്ലാതെയും ഒക്കെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ പുനരധിവാസ രംഗത്താണ് ഇടപെട്ട് വരുന്നത്. ഒരേ സമയം ആശുപത്രികളിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം മനുഷ്യരെ കണ്ടെത്തുമ്പോൾ അവരെ ഓരോ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഇടപെടലാണ് നടത്തി വന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ അതിനു മുൻപ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, പലയിടങ്ങളിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച ആളുകൾ ഇങ്ങനെ തെരുവിലുണ്ടാവും. പക്ഷേ സുഖമില്ലാതെ ആവുമ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് അത്തരം ആളുകളെ പരിഗണിക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ഹോമുകൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആശുപത്രികളിൽ നിന്ന് പരിചരണം കഴിഞ്ഞ് ഇവർക്ക് പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല എന്നുള്ളൊരു പ്രതിസന്ധി രൂപപ്പെട്ടു വന്നൊരു ഘട്ടത്തിലാണ് പഴയങ്ങാടി നെരുവമ്പ്രത്ത് ഗാർഡിയൻ ഏഞ്ചൽസ് എന്നുള്ള പേരിൽ ചെറിയ തോതിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ അതോടൊപ്പം നിന്നുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ 7ഓളം മനുഷ്യർ അവിടെ എത്തിച്ചേരുന്ന നിലയുണ്ടായി. അവരുടെ വീടിനകത്ത് തന്നെയായിരുന്നു അത്. പിന്നീട് ഒരു വാടക കെട്ടിടത്തിലേക്ക് മാറി 10-30-ലധികം ആളുകൾ ഒരു മാസത്തിനിടയിൽ എത്തിച്ചേരുന്ന നിലയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 180-ലധികം ആളുകൾ, 100 പേരോളം ആയിരുന്നു. ഇപ്പോൾ കുറച്ച് ആളുകളെ അട്ടപ്പാടിയിലൊരു കേന്ദ്രത്തിലേക്ക് പിന്നീട് മാറ്റി. അപ്പോൾ 50 പേരെ നോക്കാൻ കഴിയുന്ന കേന്ദ്രത്തിൽ 100-ലധികം ആളുകൾ എത്തിച്ചേരുന്ന നിലയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇനിയും അവിടെ ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരികയും കഴിഞ്ഞ ഫെബ്രുവരി മാസം 9-ാം തീയതി ഒരു ദിവസം നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഈ പറയുന്ന ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ ഡയറക്ടറുടെ ഒരു കോൾ വരുന്നു. 10-15 മനുഷ്യരിങ്ങനെയുണ്ട്, അവരെ തെരുവിലേക്ക് വിടാൻ കഴിയില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, എനിക്ക് ആലോചിക്കാനൊരു സമയം, നമുക്കെന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞാൽ ഇന്നെങ്കിൽ ഇന്ന്, നാളെയെങ്കിൽ നാളെ, അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഇവളോട് ആലോചിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കും. പിന്നെ നമുക്ക് കൂട്ടാൻ ഇടമുള്ളത് വീട്ടിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആ രാത്രി തന്നെ തീരുമാനമെടുത്ത് അന്ന് രാത്രിയിൽ തന്നെ 14 പേരെ വീട്ടിലേക്ക് കൂട്ടുന്ന നിലയാണ് ഉണ്ടായത്. നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ചൊരു പ്രയാസം. അപ്പോൾ ഇവിടെ ഫെബ്രുവരി 11 ഇവിടുത്തെ പള്ളിപ്പെരുന്നാളാണ്. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അവരെ കൂട്ടുവാണെങ്കിൽ പള്ളിയിൽ പോകാമല്ലോ, പെരുന്നാളിന് പള്ളിയിൽ പോകാമല്ലോ. അത്രയും ആളവിടെ ഉണ്ട്, അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ആ രാത്രി തന്നെ ആ 14 ആളെയും നമ്മുടെ വീട്ടിലേക്ക് കൂട്ടുമായിരുന്നു. മനസ്സിന് സുഖമില്ലാത്തവരെ നോക്കുന്ന ഡേ കെയർ സെൻ്ററായിട്ടാണ് അത് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് തുടങ്ങുന്ന ഒരു ഘട്ടത്തിലും ഈ രംഗത്ത് മുന്നനുഭവങ്ങളൊന്നും ആർക്കും ഇല്ല. ആരോഗ്യവകുപ്പ് പോലും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രംഗത്ത് ഇടപെടുന്നത്. അപ്പോൾ ഓരോ വീടുകളിലും പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത്തരം ഒരാൾ ഒരു വീട്ടിലുണ്ട് എങ്കിൽ
അവരെ പരിചരിക്കാൻ വേണ്ടി ആ കുടുംബത്തിലുള്ളവർ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോകുന്ന, സാമ്പത്തികമായി വലിയ പ്രയാസത്തിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ നേരിട്ടറിയാൻ ഇടയായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ അതിൻ്റെ സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ ഞാൻ പങ്കുവഹിച്ചിട്ടുണ്ട്. 2015 മുതൽ 2018 വരെ പയ്യന്നൂർ പകൽ വീടിൻ്റെ സൂപ്പർവൈസർ എന്നുള്ള നിലയിൽ കൂടി ഇടപെടാൻ കഴിഞ്ഞ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഏതാണ്ട് 6 മാസം പിന്നിടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു സ്ഥാപനം അല്ലെങ്കിൽ അതിലെ അന്തേവാസികൾ എന്നുള്ള നിലയിലേക്ക് നമ്മൾ ചുരുങ്ങി പോകരുത്. മറിച്ച് ഇപ്പോൾ ഇവർ 3 പേരാണ് BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. അതുപോലെ MSW കഴിഞ്ഞ ഒരു പ്രൊജക്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം മനസ്സിന് പ്രയാസം നേരിട്ടിട്ടുള്ള, ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ മെച്ചപ്പെട്ട നിലയിലേക്ക് ജീവിച്ചു വന്ന മനുഷ്യരാണ്. പക്ഷേ പിന്നീട് ഏതോ ഒരു ഘട്ടത്തിൽ അവർ ആ സാധാരണ ജീവിതത്തിൻ്റെ താളം തെറ്റി ഈ രീതിയിലേക്ക് എത്തിപ്പോയ മനുഷ്യരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അവർക്ക് അറിയേണ്ടതില്ല. മറിച്ച് അവരെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരെ കരുതാനോ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം വീണ്ടെടുത്ത് കൊടുക്കാനോ ഉള്ള ഒരു ഇടപെടലാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അവരോട് പറയുകയും ഏതാണ്ട് 6 മാസം കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമതിലൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. സാധാരണഗതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചുറ്റുമതിലുണ്ടാവും. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ 2015 മുതൽ ഇതിപ്പോൾ 2024 9 വർഷം പിന്നിടുന്നു. ഇന്ന് വരെ ഒരു മനുഷ്യരും അവിടുന്ന് പുറത്തേക്ക് ഓടിയിട്ടില്ല. മറിച്ച് പകൽ വീടിൻ്റെ വണ്ടി കൂട്ടാൻ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവർ വണ്ടിയിലേക്ക് ഓടാനാണ് ഈ രോഗികൾ അല്ലെങ്കിൽ ഈ മനസ്സിന് പ്രയാസമുള്ള ആളുകൾ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ വണ്ടിയിലേക്ക് ഓടും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകാൻ പറയുമ്പോൾ ചെറിയൊരു പ്രയാസം വരും. ഞായറാഴ്ച ആകുമ്പോൾ ഇതേ പ്രയാസം, ഞായറാഴ്ച ആകുമ്പോൾ പകൽ വീടില്ല. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ്സായി വീടിനകത്ത് നടക്കുമെന്ന് പറഞ്ഞു. കാരണം ഈ വണ്ടി വരുന്നത് നോക്കി ഇങ്ങനെ കാത്തു നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി നോക്കും. അപ്പോൾ ആ നിലയിലേക്ക് ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീടുകൾ വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് എത്തണമെന്ന് തോന്നുന്നത് ആ വീടിനകത്തൊരു കാന്തിക പ്രഭാവം ഉള്ളതുകൊണ്ടാണ്. സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, വിശ്വസ്തതയുടെയൊക്കെ ഒരു അംശം അതിനകത്തുള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം തോന്നുന്നത്. ഇതാണ് ഈ മനസ്സിന് സുഖമില്ലാത്ത ആളുകളെ പരിഗണിക്കുന്ന വേളയിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കാനാണ്. ഞാൻ ആ പകൽ വീട്ടിൽ ജോലി ചെയ്ത ഒരു എക്സ്പീരിയൻസും എനിക്കിതിനകത്ത് വളരെയധികം സഹായിച്ചു. പിന്നെ ഞാനൊന്ന് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, മാൾട്ടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ പ്രോസസ്സിങ്ങിന് വരെ കൊടുത്തതാണ്. പിന്നെ ഇവർ വന്നപ്പോൾ പിന്നെ നമ്മളത് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇവരോട് കൂടി അവരൊക്കെ നന്നായി വരുമ്പോൾ നമ്മുടെ മനസ്സിനും അതൊരു സന്തോഷം. അപ്പോൾ നമ്മളൊരുക്കുന്ന ഭക്ഷണം, നമ്മളെ വീട്ടിലൊരുക്കുന്ന ഭക്ഷണം, അപ്പോൾ അതിനെ സഹായിക്കാൻ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ജിനിയുടെ അച്ഛനും അമ്മയും അങ്കമാലിയാണ്, അവരും ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മക്കൾ രാമന്തളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ആരോൺ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അവർക്ക് ഷേവ് ചെയ്ത് കൊടുക്കാനും മുടിമുറിക്കാനും അത്തരം വ്യക്തിഗതമായിട്ടുള്ള പേഴ്സണൽ ഹൈജീൻ രംഗത്ത് അവരിടപെടാറുണ്ട്. ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ 3 റൂമുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടന്നിരുന്ന റൂമൊക്കെ ആയിരുന്നവർക്ക് കൊടുത്ത് അങ്ങനെ അവരവിടെ കിടക്കുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പിന്നെ അവരുമായിട്ട് നമ്മൾ ഒത്തുപോകുകയുണ്ടായി. ഇപ്പം അവരുമായിട്ട് നല്ല ഇടപെടലും സ്നേഹമെല്ലാം ആയിട്ട് പോന്നു. ഇവരൊക്കെ കൊണ്ടുവരുമ്പം ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ റൂമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് പോയി. പിന്നെ ഇവരോടൊക്കെ ഒത്തുപോകുന്നു. മണിയായാലും സമിതായാലും മണി പിന്നെ ഞങ്ങളോട് സംസാരമാണ്. മണി തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഞങ്ങൾ 2 പേരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പകൽ സമയം ഇവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അവരുടെ പേര് സ്പെസി എന്നാണ്. അപ്പോൾ ഈ രംഗത്ത് നല്ല പരിചയസമ്പത്തുള്ള സ്പെസിയുമുണ്ട്. അപ്പോൾ പകൽ നേരങ്ങളിൽ അവർ ഈ പറഞ്ഞതുപോലെ പച്ചക്കറി കൃഷിയും അലങ്കാര മത്സ്യം, അതുപോലെ തന്നെ മറ്റ് മുയലുണ്ട്, ഒരുപാട് കോഴികളുണ്ട്. നമ്മൾ ഇൻക്യുബേറ്ററിൽ ഓരോ ദിവസവും പുതിയ പുതിയ പിറവികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന കോഴികളുടെ മുട്ടയും ഇതൊക്കെ എടുത്തു വെച്ച് ഓരോ ദിവസവും പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അത് ഇവരുടെ മനസ്സിൽ വലിയ മാറ്റം വരുന്നു. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഇടപെടലുകളുമെല്ലാം അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏതാണ്ട് പൊതുജനങ്ങളുടെ ഒരു ഇടപെടലും ആദ്യഘട്ടങ്ങളിൽ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മളിത് ചെയ്തു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പുറത്തേക്ക് ഇപ്പം അറിഞ്ഞു വരുന്ന നിലയുണ്ടായി. അറിയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ആളുകൾ ഒപ്പം ചേരാനും ഇപ്പോൾ അവരുടെ ഓർമ്മ ദിനങ്ങളിലെല്ലാം നമ്മളെ ഒപ്പം ചേർക്കാനും, ഇപ്പോൾ വിശേഷ ദിവസങ്ങൾ ഏത് വിശേഷ ദിവസങ്ങൾ വന്നാലും നമ്മളെ ഓർത്ത് നമ്മളോടൊപ്പം ചേരാനും വരുന്ന നിലയിലേക്ക് മാറി വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. നമ്മുടെ സ്നേഹക്കൂട്ടിൽ 14 കുടുംബാംഗങ്ങളുള്ളത്, 2 സ്ത്രീകളും 12 പുരുഷന്മാരും. അപ്പോൾ അതിൽ 2 സ്ത്രീകളിൽ ഒരാൾ ലിസിയേച്ചി, പിന്നെ ശ്യാമള. അപ്പം എൻ്റെ ഒരു ചേച്ചിയായിട്ട് തന്നെ അവരെ കാണുന്നു. പിന്നെ ആണുങ്ങളിലായാലും മമ്മൂഞ്ഞിക്ക, സുദീപായി, സമദ്, മണി, അങ്ങനെ എല്ലാവരെയും നമ്മുടെ കുടുംബത്തോട് ചേർത്ത് പിടിച്ച് നമ്മളുടെ വീട്ടിൽ ഒരാളായിട്ട് തന്നെയാണ് നമ്മളവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇവരെല്ലാവരും തന്നെ മനസ്സിന് സുഖമില്ലാത്തവരാ, മാനസികമായിട്ട് വിഷമങ്ങളുള്ളവർ. ഇവർക്കെല്ലാം സൈക്കാട്രിക് മെഡിസിൻ ഇവരെല്ലാം കഴിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് പോലും നമുക്കൊന്ന് തയ്യാറെടുക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇവരെ നമ്മൾ വീട്ടിലേക്ക് കൂട്ടുന്നത്. അപ്പോൾ രാവിലെ മുതൽ ഈ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് മുതലാക്കി തുടങ്ങി ആദ്യത്തെ 1 മാസത്തെ അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് ആകെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി വിറ്റിട്ടാണ് 1 മാസത്തെ ഭക്ഷണത്തിൻ്റെ നമ്മൾ സാധ്യത കണ്ടെത്തിയത്. പിന്നീടും ഞാനിവിടെ അത്യാവശ്യം ഈ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് തിരക്കുകളിലേക്ക് എത്തിയതോടുകൂടി ഒരു വശത്ത് ഇവരെ ഭംഗിയായി പരിപാലിച്ച് പോകുന്നു, മറുവശത്ത് നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലേക്കും കൂടി ആയപ്പോൾ ആരോടും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പുറത്ത് അങ്ങനെ പറയുന്ന നിലയുണ്ടായില്ല. കാരണം ഇത് ചെയ്തു പോകുന്നു, അറിയുന്ന ആളുകൾക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് അതിൻ്റെ ഒരു സിംഹഭാഗവും നമുക്കിപ്പോൾ ചിലവഴിക്കേണ്ടി വരുന്നത്. കാരണം ശമ്പളം കൊണ്ട് മതിയാവുന്നില്ല. ശമ്പളം ഉണ്ടെങ്കിലും നമുക്ക് 1 മാസത്തെ ഭക്ഷണ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നിർവഹിച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ 2 പേരുടെ ശമ്പളം കൊണ്ടും വരാതെ കടമാവുന്ന നിലവിലുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ ദിനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ച ചരമവാർഷികങ്ങൾ അല്ലെങ്കിൽ ജന്മദിനങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ആളുകളെങ്കിലും നമ്മളെ ഓർക്കാനും ഒപ്പം ചേർക്കാനും ഒക്കെ സന്നദ്ധരായി വരുന്നു എന്നുള്ളത് ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ്. ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മാവാണ്. അത് 3 വയസ്സ് പ്രായമുള്ള ഒരു കുറുക്കൻ മാവ് എന്ന് സാധാരണഗതിയിൽ നാട്ടുഭാഷയിൽ പറയുന്നൊരു മാവാണ്. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഇവർ 15 പേരും വന്നപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായി നമുക്ക് നാട്ടുമാവ് സംരക്ഷണ കൂട്ടായ്മയുണ്ട്. പിന്നെ IMCP എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെമ്പാടും ഇടപെടുന്ന നാട്ടുമാവ് സംരക്ഷണ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള ചന്ദ്രേട്ടനുണ്ട്, ധർമ്മശാലയാണ്. അപ്പോൾ ചന്ദ്രേട്ടനെ വിളിച്ചു വരുത്തി അങ്ങനെ ഇവരുടെ ഓർമ്മയ്ക്ക് 15 ഇനം മാവുകൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിലൊരെണ്ണമാണ് പിടിക്കാതെ നിന്നത്. പക്ഷേ അത് ഈ മഴ പെയ്തതോടുകൂടി ആ ശാഖ ഉൾപ്പെടെ അപ്പോൾ നാട്ടുമാവുകൾ, വ്യത്യസ്ത ഇനം നാട്ടുമാവുകൾ, അതുപോലെ തന്നെ ചില വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പോൾ ആ 15ഉം ഇവരുടെ ഓർമ്മയ്ക്കിപ്പോൾ ഒറ്റ മാവിൽ പിടിച്ചു വരുന്ന നിലയുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒരു 5 മണിക്ക് നമ്മളെല്ലാവരും എഴുന്നേക്കും, അവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കും. അങ്ങനെ രാവിലെ അവരുടെ ഒരു കട്ടൻ ചായയും 2 ബിസ്ക്കറ്റും കൊടുത്ത് ഒരു 5 മണിക്ക് നമ്മൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കുളിയും അവരുടെ അങ്ങനത്തെ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളൊരു ദിവസം തുടങ്ങുന്നു. പിന്നെ ഒരു 10 മണിയാകുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ അവരുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വരും. നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള പതിവിന് വിപരീതമായിട്ട് മനസ്സ് നന്നാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി എല്ലാ ദിവസവും അവർ തുടങ്ങുന്നത്. പിന്നെ ബാക്കി കൃഷിപ്പണികളായാലും കുറച്ച് പച്ചക്കറികളും, പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുറേ കോഴി, മുയൽ അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു പേർഷ്യൻ ക്യാറ്റും ഉണ്ട്, 2 നായ്ക്കളുണ്ട്. അങ്ങനെ എല്ലാവരെയും സംരക്ഷിച്ച് അവർ പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവരെ നമ്മൾ കൂടെ കൂട്ടുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇവരെ സ്വീകരിച്ചത്. അപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളുണ്ട്. കാരണം നമ്മളെക്കാളും മെച്ചപ്പെട്ട മനുഷ്യരായി ജീവിച്ചിരുന്ന ആളുകളാണ് അവരിൽ പലരും. അപ്പോൾ അതിലൊരു ചെറുവത്തൂരുകാരനുണ്ട്, ഒരു 8 വർഷക്കാലം ഗൾഫിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് അതിനുശേഷം ഉണ്ടാകുന്ന
സഹോദരി ഭർത്താവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചെറിയൊരു പ്രശ്നം, അതിൻ്റെ പേരിൽ ജയിലിലായി. ആ ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ഈ മാനസികമായ പ്രയാസത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ നാട്ടിലെത്തുമ്പോഴത്തേക്ക് സ്വന്തമായി ഒന്നുമില്ലാത്ത അവസ്ഥ വന്ന് തെരുവിലായി. അങ്ങനെയാണ് സംരക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വന്നതിനേക്കാളേറെ മെച്ചപ്പെട്ട മനുഷ്യരായി അവരൊക്കെ മാറുന്ന നിലയുണ്ടായി. 10-40 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. അൽഷൈമേഴ്സ്, മറവി രോഗം അടക്കം ബാധിച്ച് സ്വന്തം മക്കളെയും ഭാര്യയും പോലും തിരിച്ചറിയാത്ത ആളുകളുണ്ട്. അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവർക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളുണ്ട്, അത്തരം സന്തോഷങ്ങളെ വീണ്ടെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പം ഞാൻ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ നോക്കി നിൽക്കും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഒന്ന് വരുമ്പോൾ തന്നെ എല്ലാവരെയും ഒന്നൊന്ന് ചേർത്ത് പിടിച്ച്, അപ്പോൾ അതൊരു ഹീലിംഗ് ടച്ച് അതിൽ വരും. എന്ന് വെച്ചാൽ അവരെ പരിഗണിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. അപ്പോൾ തിരിച്ച് അവരും നമ്മളെ ആ രീതിയിലേക്ക് സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഇവരെ ഒന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു അസ്വസ്ഥതയാണ്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കും പോലെ, അല്ലെങ്കിൽ വീട്ടിലൊരു അംഗത്തെ കാണാതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. വീണുടഞ്ഞ മൺപാത്രം